ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. തുടർന്നാണ് ലിസ്റ്റ് ആരംഭിക്കുന്നത്. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം. എത്രണ്ണോയി? 15. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മാത്രമല്ല, ഇവ ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ജഡത്തിന്റെ ദുരാശകളിൽ നയിക്കപ്പെടുന്ന മനുഷ്യൻ ആഭിചാരവും ശത്രുതയും കലഹവും ഒക്കെയായിട്ട് നടക്കുന്ന മനുഷ്യൻ, ശിഷ്യന്മാർക്കും ഇപ്രകാരം എന്തുണ്ടായിരുന്നു? അവരുടെ ഉള്ളിൽ ശത്രുതയും കലഹവും അസൂയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 പേരോട് ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സഹനത്തിൽ എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും എന്നതൊക്കെ ശരിയാണ്, ഇടത്തും വലതും ആരിയ്ക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്ര പറഞ്ഞോളൂ ഈശോ. നിങ്ങൾ എൻ്റെ സഹനത്തിൽ എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും ഒക്കെ എന്ന് പറഞ്ഞതിന് മറ്റുള്ള 10 പേർക്കും 2 പേരോട് എന്തുണ്ടായി എന്നാണ് എഴുതിയിരിക്കുന്നത്? അസൂയയുണ്ടായി. എന്തുകൊണ്ടാണ്? അവർ ജഡത്തിന്റെ വ്യാപാരങ്ങളിലായിരുന്നു. അല്ലേ? നമുക്കും നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഇതുവരെ ഒരിക്കലും കോപിച്ചിട്ടില്ലാത്തവര് കൈ ഉയർത്തി. കുറച്ചു പേര് കൈവെക്കും. ഇതുവരെ കലഹിച്ചിട്ടില്ലാത്തവര് കൈവെക്കും. ഒരു ചേട്ടൻ 2 കൈയും പൊക്കിയിട്ടുണ്ട്. അത് ഉറക്കം പോകാൻ വേണ്ടിട്ട് പൊക്കിയതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കലഹവും അസൂയയും ശിഷ്യന്മാർ തർക്കിച്ചിരുന്നു. എന്താണ് തർക്കിച്ചത്? നിങ്ങൾ വഴിയരികിൽ വഴിയിൽ എന്തിനെ കുറിച്ചാണ് തർക്കിക്കുന്നത്? ആരാണ് വലുത് എന്ന് തർക്കിച്ചിരുന്നു. അപ്പോൾ ജഡത്തിന്റെ വ്യാപാരങ്ങളിലായിരുന്ന മനുഷ്യൻ പിന്നെ ആരാണ് വലുതെന്നല്ല തർക്കിക്കുന്നത്, ഞങ്ങളിൽ ആരാണ് ചെറുതെന്നാണ്. ഞാനാണ് എല്ലാവരുടെയും ദാസൻ എന്ന്, ഞാനാണ് എല്ലാവരെയും ശുശ്രൂഷിക്കാനുള്ളവൻ. ജയിലിൽ പോകണമെങ്കിൽ ആദ്യം ഞാൻ ജയിലിൽ പോയിക്കൊള്ളാം എന്ന് പറയുന്ന രീതിയിൽ, കുരിശിൽ മരിക്കണമെങ്കിൽ ഞാൻ കുരിശിൽ മരിച്ചോളാം. പക്ഷെ ഈശോ കുരിശിൽ മരിച്ചതുപോലെ എനിക്ക് മരിക്കാൻ യോഗ്യതയില്ലാത്തത് കൊണ്ട് എന്നെ തലകുത്തിക്കിടത്തി കുരിശിൽ തറക്കാൻ പറയുന്നത് പോലെ ഒരു രൂപാന്തരീകരണം ജഡത്തിന്റെ മനുഷ്യർക്ക് കിട്ടിയത് പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ.